ഹായ് എവ്രി വൺ. ഇങ്ക്ബ്ലോട്ട് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGS 185-ലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് മോണിറ്ററിംഗ് ഇൻ ക്ലാസ് റൂം. അല്ലേ, നമുക്കറിയാം ഈ ഒരു മോണിറ്ററിംഗ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, അതുപോലെ തന്നെ ഒബ്സർവേഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അല്ലേ, അപ്പം ഇവിടെ ഒരു മോണിറ്ററിംഗ് ഇൻ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനെ ഒബ്സർവ് ചെയ്യുക, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ക്ലാസ് റൂമിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലേ, അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക ക്ലാസ് റൂമിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൻ്റെ സമയത്ത് ഒരു ക്ലാസ് റൂമിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മോണിറ്ററിംഗ് ഇൻ ക്ലാസ് റൂം. നോക്കാം, മോണിറ്ററിംഗ് ഇൻ ക്ലാസ് റൂം ഈസ് ദി പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി ഒബ്സർവിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അല്ലേ, അപ്പം ആ ഒരു ക്ലാസ് റൂമിൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ് നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മോണിറ്ററിംഗ് ഇൻ ക്ലാസ് റൂം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് കളക്ട് ഓൺഗോയിങ് ഫീഡ്ബാക്ക് ഓൺ ദ സ്റ്റുഡൻസ് എൻഗേജ്മെൻറ്റ്, പ്രോഗ്രസ് ആൻഡ് ക്ലാസ് റൂം ഡൈനാമിക്സ് സോ ദേ ക്യാൻ അഡ്ജസ്റ്റ് ദെയർ ടീച്ചിങ് മെത്തേഡ്സ് ആസ് നീഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രോസസ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഒരു ടീച്ചിങ്ങിൽ സ്റ്റുഡൻസ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിൽ സ്റ്റുഡൻസ് എൻഗേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ടീച്ചേഴ്സിന് അവർ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാനും ഈ ഒരു മോണിറ്ററിംഗ് ഇൻ ക്ലാസ് റൂം സഹായിക്കുന്നുണ്ട്. അല്ലേ, സിൻസ് ടീച്ചിങ് ഔട്ട്കംസ് ആർ ഓപ്പൺ അൺപ്രഡിക്റ്റബിൾ, ടീച്ചേഴ്സ് ഷുഡ് നോട്ട് ഫോളോ ലെസൺ പ്ലാൻസ് റിജിഡ്ലി ബട്ട് അഡ്ജസ്റ്റ് ദം അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദി ക്ലാസ്. അല്ലെ, പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ക്ലാസ്സും നമ്മൾ എടുക്കുന്ന സമയത്ത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ടീച്ചേഴ്സ് എപ്പോഴും ക്ലാസ് റൂമിൻ്റെ നീഡ്സ് അനുസരിച്ച് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അവരുടെ ലെസൺ പ്ലാനുകളും ക്ലാസ് റൂമിലെ ആക്ടിവിറ്റീസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലേ, അപ്പം നമ്മൾ എങ്ങനെ ക്ലാസ് റൂംസിൻ്റെ നീഡ്സ് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലാസ് റൂമിൽ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട്. അല്ലേ, മോണിറ്റർ ചെയ്തുകൊണ്ടായിരിക്കണം ക്ലാസ് റൂമിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെ, മാറ്റങ്ങൾ വരുത്തേണ്ടത്. സെൽഫ് മോണിറ്ററിംഗ് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് റിഫ്ലക്റ്റ് ക്രിട്ടിക്കലി ഓൺ ദെയർ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ ആൻഡ് ഇംപ്രൂവ് പ്രൊഫഷണൽ സ്കിൽസ്. അതുപോലെ തന്നെ സെൽഫ് മോണിറ്ററിങ്, അല്ലെ, ടീച്ചേഴ്സ് പലപ്പോഴും സ്വന്തമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്വന്തം മോണിറ്റർ ചെയ്യാറുണ്ട്. അല്ലേ, അപ്പം അവിടെ എങ്ങനെയാണ് ആ ഒരു സെൽഫ് മോണിറ്ററിങ് എന്തിനൊക്കെ ബെനിഫിറ്റായി മാറുന്നുണ്ട്, റിഫ്ലക്ട് ക്രിട്ടിക്കലി ഓൺ ദെയർ ഓൺ ടീച്ചിങ് പ്രാക്ടീസ്. അല്ലേ, അപ്പം എങ്ങനെയാണ് ഓരോ ടീച്ചേഴ്സും സെൽഫ് മോണിറ്ററിങ്ങിലൂടെ അതെങ്ങനെയാണ് ബെനിഫിറ്റായിട്ട് മാറുന്നത്, അവർക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് എങ്ങനെയാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരെങ്ങനെയൊക്കെയാണ് ക്ലാസ് റൂം സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെ പ്രൊഫഷണൽ സ്കില്ലുകൾ, അല്ലെ, ടീച്ചിങ് എന്ന ആ ഒരു പ്രൊഫഷണൽ സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സെൽഫ് മോണിറ്ററിങ്ങും ടീച്ചേഴ്സിന് ഉപകാരപ്പെടും. അല്ലേ, ത്രൂ ദ സെൽഫ് എൻക്വയറി ആൻഡ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ടീച്ചേഴ്സ് ബിക്കം മോർ അവെയർ ഓഫ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇൻ ക്ലാസ് റൂം റദർ ദാൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാപ്പൻ. അല്ലേ, അതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനിലൂടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു സെൽഫ് എൻക്വയറി നടത്തുന്നതിലൂടെ ടീച്ചേഴ്സ് എന്തായിട്ട് മാറും, കൂടുതൽ എന്തൊക്കെയാണ് ക്ലാസ് റൂമിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആയിരിക്കും, എന്തിനേക്കാളും റേദർ ദാൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാപ്പൻ. അല്ലെ, പലപ്പോഴും നമുക്ക് കാണാം ഓരോ തിയറീസും മെത്തേഡ്സും പറയുന്നത് ഓരോ ക്ലാസ് റൂംസും എങ്ങനെ ആയിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ഈ ഒരു എൻക്വയറിയിലൂടെ മോണിറ്ററിങ്ങിലൂടെ ഓരോ ടീച്ചേഴ്സും എന്ത് ചെയ്യണം, ക്ലാസ് റൂമിൽ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, അല്ലേ, എന്നതിനെക്കുറിച്ച് കൂടുതൽ എന്തായിരിക്കണം, കൂടുതലും അവെയർ ആയിരിക്കണം. എന്തിനേക്കാളും ഓരോ ക്ലാസ് റൂം എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ ക്ലാസ് റൂം എങ്ങനെ മാറണം എന്നുള്ളതിനെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത്, ഓരോ ക്ലാസ് റൂമിലും ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം, അതിനനുസരിച്ച് ക്ലാസ് റൂം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. മോണിറ്ററിങ് ഈസ് ദെയർ ഫോർ ബോത്ത് ഇല്യൂമിനേറ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അപ്പം മോണിറ്ററിങ് എന്ന് പറയുന്നത് ഇല്യൂമിനേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് അവയർനെസ്. അല്ലേ, അപ്പം മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സിന്
എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു അവയർനെസ് അല്ലേ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ക്ലാസ് റൂം അല്ലെ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ടീച്ചേഴ്സിന് കിട്ടും. അതുപോലെ തന്നെ ഫോർമേറ്റീവ് ആണ്. ഫോർമേറ്റീവ് മീൻസ് ഹെൽപ്പിംഗ് ഇംപ്രൂവ് ടീച്ചിങ് അല്ലേ. അപ്പം ടീച്ചിങ് ഇമ്പ്രൂവ് ചെയ്യാനും മോണിറ്ററിങ് എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിനെ സഹായിക്കുന്നുണ്ട്. അപ്പം ക്ലാസ്സിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ടീച്ചേഴ്സിന് സ്വന്തം ഇമ്പ്രൂവ് ചെയ്യാനും മോണിറ്ററിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്ലേയിങ് മേജർ റോൾ ഇൻ എഫക്റ്റീവ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ടീച്ചർ സെൽഫ് ഡെവലപ്മെൻറ്റ് അല്ലേ. അപ്പം ഇത് രണ്ട് രൂപത്തിൽ സഹായിക്കുന്നുണ്ട്. ഒന്ന് എഫക്റ്റീവായിട്ട് സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് സെൽഫ് ഡെവലപ്മെൻറ്റിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മോണിറ്ററിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ലാംഗ്വേജ് രജിസ്റ്റേഴ്സ്, ഗിവ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പം നോക്കാം എന്താണ് ലാംഗ്വേജ് രജിസ്റ്റേഴ്സ്. Okay, language registers refers to the specific style, vocabulary, discourse, and sentence structure used in different subject or fields of study. ഇവിടെ നമുക്ക് കാണാം ലാംഗ്വേജ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റൈലാണ്, അതുപോലെ തന്നെ വൊക്കാബുലറി ആണ്, ഡിസ്കോഴ്സ് ആണ്, ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആണ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഓർ ഫീൽഡ് ഓഫ് സ്റ്റഡി അല്ല. ഇപ്പം നമുക്കറിയാം ഒരു ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ഭാഷയല്ല നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, ഒരു സയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. സയൻസ് സ്റ്റഡീസിന് സയൻറ്റിഫിക് ഇൻവെൻഷനൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ഭാഷയല്ല നമ്മൾ ഉപയോഗിക്കുക അല്ലേ. ഇപ്പോൾ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ബ്യൂട്ടിഫൈഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുക. ഒരുപാട് ലിറ്റററി ഡിവൈസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും, മെറ്റഫർ, സിമിലി, പേഴ്സോണിഫിക്കേഷൻ അല്ല, ഇങ്ങനെ വളരെ ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള ഒരുപാട് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യും എവിടെ, ലിറ്ററേച്ചറിൽ അല്ലേ. അപ്പോൾ നമുക്ക് കാണാം എന്നാൽ സയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സുകൾ, സെൻറ്റൻസുകൾ, സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും മറ്റ് സബ്ജക്റ്റുകൾ, സയൻസ് ആവട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ, സോഷ്യൽ സയൻസ് ആവട്ടെ, ഇതിനൊക്കെ എന്തുണ്ട്, ഇതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് പാറ്റേൺസ് ഉണ്ട് അല്ലേ. അപ്പം ഈ എന്തിനാ ഇത്തരത്തിൽ വരുന്ന ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലും വൊക്കാബുലറിയും ഡിസ്കോഴ്സൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം അവിടെ ഓരോ സബ്ജക്റ്റിലും വരുന്ന ഐഡിയാസിനെ, കോൺസെപ്റ്റിനൊക്കെ എഫക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം ശ്രദ്ധിക്കാതെ സയൻസിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വേർഡ്സുകളൊക്കെ ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്ന വൊക്കാബുലറി, അതുപോലെ തന്നെ റൈറ്റിംഗ് സ്റ്റൈലുകളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ലാംഗ്വേജ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റൈലാണ്, വൊക്കാബുലറി, ഡിസ്കോഴ്സ് ആണ്, അതുപോലെ തന്നെ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആണ്, യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഓർ ഫീൽഡ് ഓഫ് സ്റ്റഡി അല്ലെ. അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഓഫ് സ്റ്റഡീസിൽ, സബ്ജക്റ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ യുണീക്കായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിനെയും വൊക്കാബുലറിയും ഡിസ്കോഴ്സിനെയും സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിനെയും ഒക്കെയാണ് ലാംഗ്വേജ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, each subject such as science, mathematics and social science has its own distinct language patterns that help express ideas and concept effectively. For example, ഇനി നോക്കാം, നമുക്ക് സയൻസ് രജിസ്റ്റർ നോക്കാം. എക്സാമ്പിൾ ആണ് സയൻസിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ പ്രത്യേകത നോക്കൂ. ഇറ്റ് യൂസേഴ്സ് പാസീവ് വോയിസ് ആൻഡ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ടു എക്സ്പ്രസ് ഫാക്ട് ഒബ്ജക്റ്റീവ്ലി ആൻഡ് ന്യൂട്രലി. അപ്പം നമ്മൾ സയൻസിൽ നമ്മൾ ഫാക്റ്റുകളാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പം ഫാക്റ്റുകളെ നമ്മൾ എഫക്റ്റീവായിട്ട് ഒബ്ജക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് സ്ട്രക്ചറാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലേ. അതുപോലെ തന്നെ പാസീവ് വോയിസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം സയൻസ് സബ്ജക്റ്റുകളിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസ് സ്ട്രക്ചറാണ് പാസീവ് വോയിസ് ആൻഡ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഫോർ എക്സാമ്പിൾ, all matter is made of very tiny particles called atoms. Atoms combine in the ratio of small whole numbers to form compounds. Show the language of science as factual, ടെസ്റ്റഡ് ആൻഡ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സെൻറ്റൻസ് യൂസ് ചെയ്തിട്ടുള്ളത് പാസീവ് വോയിസ് ആണ്, അതുപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് പെർട്ടിക്കുലറായിട്ട് നമ്മൾ കോമൺ ആയിട്ട് എവിടെ ഉപയോഗിക്കുന്നതാണ്, സയൻസ് രജിസ്റ്ററിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നോക്കാം മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന രജിസ്റ്റർ എങ്ങനെ നോക്കൂ. മാത്തമാറ്റിക്സ് രജിസ്റ്റർ, ഇറ്റ് ഈസ് ലോജിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് ഇൻ നേച്ചർ അല്ലെ. മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് നേച്ചർ ഉള്ളതായിരിക്കും. ഇറ്റ് യൂസസ് ഫങ്ഷൻ വേർഡ് സച്ച് ആസ്
determiners, preposition and conjunctions to explain കാൽക്കുലേഷൻ ആൻഡ് ലോജിക്കൽ സീക്വൻസിങ് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഈ മാത്തമാറ്റിക്സിൽ നമ്മൾ കാൽക്കുലേഷൻസിനെ കാണിക്കാൻ വേണ്ടി കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻ വേർഡ്സുകളാണ് അല്ലേ. ഫങ്ഷൻ വേർഡ്സുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ഡിറ്റർമിനേഴ്സ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻസ്, ഈ വക ടൈപ്പ് വേർഡ്സുകളാണ് നമ്മൾ കൂടുതലായിട്ട് മാത്തമാറ്റിക്സ് രജിസ്റ്ററിൽ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വേർഡ്സ് ലൈക്ക് ഇൻ ടു അല്ലേ, ഇൻ ടു ഫങ്ഷൻ വേർഡാണ്, ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ എക്സ്പ്രസിങ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. ഇൻറ്റു അല്ലേ, മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷൻ വേർഡ്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക് രജിസ്റ്ററിൻ്റെ പ്രത്യേകത എന്താ? അതിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഫങ്ഷൻ വേർഡ്സുകളാണ് അല്ലേ. ഇങ്ങനെ നമ്മൾ ഏത് രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിഫിക് സ്റ്റൈലിനെ, വൊക്കാബുലറിയെ, ഡിസ്കോഴ്സിനെ, സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാംഗ്വേജ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടോപ്പിക്കാണ് ശ്രദ്ധിക്കുക. ഓക്കെ, തേർഡ് ടോപ്പിക്കാണ് ക്ലാസ് റൂം ആസ് എ ഡിസ്കോഴ്സ് സ്പേസ്. Classroom as a discourse space refers to the classroom as a place where the communication and interaction and learning occur through language. അപ്പം ശ്രദ്ധിക്കുക, ക്ലാസ് റൂം ആസ് എ ഡിസ്കോഴ്സ് സ്പേസ് അല്ലെ. ഇവിടെ ഡിസ്കോഴ്സ് എന്ന ടേം മീൻ ചെയ്യുന്നത് നോട്ട് ചെയ്യുക. ഡിസ്കോഴ്സ് എന്ന മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടോപ്പിക് തന്നെ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ഡിസ്കോഴ്സ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ലാംഗ്വേജ് ഇൻ എ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം, കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ക്ലാസ് റൂം ആസ് എ ഡിസ്കോഴ്സ് സ്പേസ് അല്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് എന്ത്? ക്ലാസ് റൂം എന്ന് പറയുന്നത്. എങ്ങനെയാണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് ക്ലാസ് റൂം മാറുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പം classroom as a discourse space refers to the classroom as a place where the communication and interaction and learning occur through language അല്ലേ. അപ്പം ഈ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്, അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട്, ലേണിംഗ് നടക്കുന്നുണ്ട്. ഏതിലൂടെ? ലാംഗ്വേജിലൂടെ അല്ല. നമുക്കറിയാം ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇൻറ്ററാക്ഷൻ അല്ലെ, ടീച്ചർ സ്റ്റുഡൻസ് തമ്മിൽ ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. ആ ഒരു ഇൻറ്ററാക്ഷനിലൂടെ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷനിലൂടെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന, ഇൻറ്ററാക്റ്റ് ചെയ്യപ്പെടുന്ന, ലേണിംഗ് നടക്കുന്ന ഒരു സ്പേസ് ആണ് എന്ത്? ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഹിയർ ദ വേർഡ് ഡിസ്കോഴ്സ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ലാംഗ്വേജ് ഇൻ എ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. In the classroom, teachers and learners exchange ideas, ask questions, respond and construct knowledge through discourse. അപ്പോൾ നമുക്ക് കാണാം ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആര്? ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ. എങ്ങനെയൊക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. എക്സ്ചേഞ്ച് ഐഡിയാസ്, അതുപോലെ തന്നെ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഈ രൂപത്തിലാണ് ഒരു ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുന്നത്? സ്റ്റുഡൻസും ടീച്ചറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ മോസ്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് റൂംസ്, ടീച്ചേഴ്സ് കൺട്രോൾ ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ, ടേൺ ടേക്കിംഗ് ആൻഡ് പാറ്റേൺസ് ഓഫ് ഇൻറ്ററാക്ഷൻ അല്ലെ. അപ്പോൾ നമുക്ക് കാണാം മദർ ടങ് അല്ലാത്ത മറ്റ് സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിൽ ടീച്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ ടോപ്പിക്ക് തീരുമാനിക്കുന്നത് അല്ലേ. ഡിസ്കഷന് വരുന്ന ടോപ്പിക്ക് തീരുമാനിക്കുന്നതും, അതുപോലെ തന്നെ ആരൊക്കെ എപ്പം സംസാരിക്കണം, ടേൺ എടുക്കണം എന്നുള്ളതും, പാറ്റേൺസ് ഓഫ് ഇൻറ്ററാക്ഷൻ, ഏത് രൂപത്തിലാണ് ഇൻറ്ററാക്ഷൻ പോകേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ടീച്ചേഴ്സാണ്. ഏത് ക്ലാസ് റൂമിൽ? സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് റൂമിൽ അല്ലേ. എന്നാൽ ക്ലാസ് റൂം ഡിസ്കോഴ്സ് ജനറലി ഫോളോ IRF സീക്വൻസ്. അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഏത് ഫോമിലാണ്, ഏത് സീക്വൻസിലാണ്? IRF മീൻസ് ഇനീഷ്യേഷൻ അല്ല. ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാ? ടീച്ചേഴ്സാണ്. പിന്നീട് നടക്കുന്നത് റെസ്പോണ്ട് ചെയ്യുന്നത് ആരാണ്? ലേണേഴ്സാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം അതുപോലെ തന്നെ ടീച്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പം നോക്കാം, ഇവിടെ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആരാ റെസ്പോണ്ട് ചെയ്യുന്നത്? ക്ലാസ് റൂമിൽ ലേണേഴ്സാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആൻസേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ഇവാലുവേഷൻ, ഫോളോ അപ്പ് അല്ലേ. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് കൊടുക്കുന്ന റെസ്പോൺസിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നു
അല്ലേ? അപ്പം ക്ലാസ് റൂമിൽ ഡിസ്കോഴ്സ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഏത് സീക്വൻസിലാണ്? IRF സീക്വൻസിലാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ്ററാക്ഷൻ നടക്കുന്നത്. ഓക്കെ. ആസ് എ ഡിസ്കോഴ്സ് സ്പേസ് ക്ലാസ് റൂം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ടീച്ചർ ലാംഗ്വേജ് യൂസ് അല്ലേ? അപ്പം ഈ ഒരു ഡിസ്കോഴ്സ് സ്പേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്പേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. പവർ റിലേഷൻസ് അല്ലേ? പവർ റിലേഷൻസ് നമുക്ക് കാണാം. ടീച്ചേഴ്സ് സ്റ്റുഡൻസ് റിലേഷൻ അല്ലേ? അവിടെ ചില ക്ലാസ് റൂംസിൽ ടീച്ചേഴ്സ് ഡോമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ചില ക്ലാസ് റൂമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കായിരിക്കും? സ്റ്റുഡൻസിനായിരിക്കും കൊടുക്കുന്നത് അല്ലേ? അപ്പം ഈ ഒരു ഡിസ്കോഴ്സ് സ്പേസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ് റൂമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അതുപോലെ തന്നെ പവർ റിലേഷൻസ് പറഞ്ഞാൽ ആ ഒരു ടീച്ചേഴ്സ് സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ പാറ്റേൺസ് അല്ലേ? സ്റ്റുഡൻസ് ഏതൊക്കെ രൂപത്തിൽ ക്ലാസ് റൂമിൽ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ പവർ റിലേഷൻസ് പറഞ്ഞാൽ ചില ക്ലാസ് റൂംസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കായിരിക്കും? സ്റ്റുഡൻസിനായിരിക്കും അല്ലേ? ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഗൈഡായിരിക്കും അല്ലേ? അപ്പം ആ ഒരു പവർ റിലേഷൻസും ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ലാംഗ്വേജും പാർട്ടിസിപ്പേഷൻ പാറ്റേണും ഒക്കെയാണ് ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് ഓഫൻ ടോക്ക് മോർ, മാനേജ് ബോത്ത് കണ്ടന്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? സാധാരണ നമുക്ക് കാണാം ഈ ഒരു ക്ലാസ് റൂം, ഈ ഒരു ഡിസ്കോഴ്സ് സ്പേസിൽ പലപ്പോഴും ടീച്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ സംസാരിക്കുന്നതും ക്ലാസ് റൂം കൺട്രോൾ ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷനെ സ്ട്രക്ചർ ചെയ്യുന്നതും ഒക്കെ. ഹൗ അവർ എഫക്റ്റീവ് ക്ലാസ് റൂം ഡിസ്കോഴ്സ് ഷുഡ് പ്രൊവൈഡ് ദ ലേണേഴ്സ് വിത്ത് ഗ്രേറ്റ് പാർട്ടിസിപ്പേഷൻ റൈറ്റ്സ്, എൻകറേജ് ഇൻറ്ററാക്ഷൻ ആൻഡ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മീനിങ് ലാംഗ്വേജ് യൂസ്. അപ്പം ഒരു എഫക്റ്റീവ് ക്ലാസ് റൂം ഡിസ്കോഴ്സ് അല്ലെ, ഒരു എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വരണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്? സ്റ്റുഡൻസിന് ഗ്രേറ്റ് പാർട്ടിസിപ്പേഷനുള്ള റൈറ്റ്സ് കൊടുക്കണം, അതുപോലെ തന്നെ ഇൻറ്ററാക്ഷനെ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം, അതുപോലെ തന്നെ കൂടുതൽ മീനിങ് ആയിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് കൊടുത്തിരിക്കണം. അപ്പം ഒരു ക്ലാസ് റൂമിൽ ഡിസ്കോഴ്സ് എഫക്റ്റീവ് ആവണമെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കണം? സ്റ്റുഡൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, ഇൻറ്ററാക്ഷനെ എൻകറേജ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിൽ ഡിസ്കോഴ്സ് എഫക്റ്റീവായിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു 3 ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എനിവേ പുതിയ വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം. ഹാവ് എ നൈസ് ഡേ.